നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഇടിയപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങളാണ് കുറച്ച് തേങ്ങ, കുറച്ച് ജീരകവും ഏലക്കായും കൂടി ഒന്ന് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അരയ്ക്കാനായിട്ടാണ് ഈ തേങ്ങയുടെ കൂടിയെ. അപ്പം നമ്മൾ 6 മണിക്കൂർ നേരത്തെ കുതിർത്ത് വെച്ച് പച്ചരി കുതിർത്ത് വെച്ചിരുന്നു. അത് ഈസ്റ്റും കൂട്ടി അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ചോറും കൂടി കൂട്ടി അരച്ച് വെച്ചിട്ടുണ്ട്. അത് പൊങ്ങാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും ഞാൻ പഞ്ചസാര ഉപയോഗിച്ചാണ് വട്ടയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വറുത്തിട്ട്, പച്ചരി ഇടിച്ച് വറുത്തിട്ട് അത് കള്ളോ ഈസ്റ്റോ വെച്ച് ഒന്ന് പൊങ്ങാൻ വെക്കും. എന്നിട്ടാണ് കപ്പി കാച്ചി, റവ കുറുക്കി കപ്പി കാച്ചിട്ടാണ് അത് പൊങ്ങാൻ വെക്കുന്നത്. അത് കഴിഞ്ഞ് പൊങ്ങി കഴിയുമ്പോഴാണ് തേങ്ങയും ഏലക്കായും ജീരകവും പഞ്ചസാരയും എല്ലാം കൂടി അമ്മയൊക്കെ പഞ്ചസാര ഇട്ടാണ് ഉപയോഗിക്കുന്നത്. അത് പഞ്ചസാരയും കൂടി ഇട്ട് അരച്ചിട്ട് ഈ മാവിലേക്ക് ചേർക്കും. എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ വട്ടയപ്പം ഉണ്ടാക്കും. അങ്ങനെയാണ് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ ഹൈറേഞ്ചിൽ ഇവരിതെല്ലാം കൂടി ഒന്നിച്ച് ആട്ടി വെക്കും. ശർക്കരയാണ് ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത്. ഞാനും ഇവിടെ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. പഞ്ചസാര ശരീരത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് എല്ലാവരും കഴിവതും പഞ്ചസാര ഉപയോഗിക്കാതെ ശർക്കരയോ ഒക്കെ ഉപയോഗിക്കുക. അപ്പം ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ ഇവിടെ കഴുകി വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കായും കൂടി അങ്ങോട്ട് ഇടുകയാണ്. ഇതിൻ്റെ കൂടെ ഈ പഞ്ചസാര ഇച്ചിരി കട്ടിയുള്ള പഞ്ചസാര എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് അതും കൂടി ഇതിനകത്തിട്ട് അരയ്ക്കുവാണ് ഞാൻ. ഒത്തിരി നൈസായിട്ട് അരയ്ക്കേണ്ട, ഒരു തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് മതി. ഇത് നമുക്ക് ഈ മാവിലേക്ക് ചേർക്കാം. പൊങ്ങി വന്നിട്ടുണ്ട് മാവ്, അതിലേക്ക് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കണേ, അല്ല ഒരു വെള്ളച്ചവയായിരിക്കും. ഈ സമയം മധുരമൊക്കെ മതിയൊന്ന് നോക്കണം. കുറച്ച് മധുരം കൂടി ഇടണം. ഇങ്ങനെ എല്ലാം കൂടി ഇളക്കി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അപ്പച്ചമ്പ് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം. അപ്പച്ചമ്പ് ചൂടാക്കാൻ നോക്കാം. ഓക്കെ. അതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ കുറച്ച് നെയ്യ് തടവണം. നെയ്യ് തടവി വെക്കാം. അപ്പച്ചെമ്പിൽ ആവി വരാൻ തുടങ്ങി. അപ്പം നമ്മൾ നെയ്യ് പരട്ടി വെച്ചിരിക്കുന്ന പ്ലേറ്റില്ലേ, അത് ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
ഒഴിച്ച് ചേർത്ത് ഒരു 5 മിനിറ്റ് മൂടി വെക്കണം നമുക്ക്. നല്ലോണം ഒന്ന് ആവി കയറട്ടെ. 5 മിനിറ്റ് കഴിയുമ്പം നമ്മൾ ഇത് തുറന്നിട്ട് കിസ്മിസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും. നമുക്ക് ഇത് മൂടി വെച്ച് നന്നായിട്ട് വേവട്ടെ. നേരത്തെ വെച്ച് കൊടുത്താൽ ഇതങ്ങ് കിസ്മിസ് എല്ലാം അങ്ങ് മാവ് പൊങ്ങി അങ്ങ് തീർമ്പം കിസ്മിസ് എല്ലാം അടിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് കിസ്മിസ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, 10 മിനിറ്റ് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അത് സിമ്മിലേക്ക് മാറ്റാം. നമ്മുടെ വട്ടയപ്പം വെന്തോ എന്ന് നമുക്കൊന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇതൊന്നും പിടിക്കുന്നില്ല. അങ്ങനെ പിടിക്കുന്നില്ലെന്ന് കണ്ടാൽ വെന്തെന്നാണ്. അപ്പം ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് കാണുക, ഇതിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മളുടെ അതിമനോഹരവും ടേസ്റ്റിയുമായ വട്ടയപ്പം റെഡിയായി കഴിഞ്ഞു. നോക്കൂ, അതിമനോഹരവുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. അതൊരു സ്മെല്ലങ്ങ് വരുന്നില്ലേ? വളരെ സ്മെല്ലൊക്കെ, നല്ല സ്മെല്ലൊക്കെ ഉള്ള ഒരു വട്ടയപ്പമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.